ഇന്ന് ഞങ്ങൾ ആദ്യം തന്നെ പോയത് രാഷ്ട്രപതി ഭവൻ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ശരിക്കും രാഷ്ട്രപതി ഭവനിൽ പോകാനായിരുന്നു പ്ലാന്, പക്ഷേ ആ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രാഷ്ട്രപതി ഭവൻ മ്യൂസിയത്തിൽ പോയി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാനുണ്ട്. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഇതാ ഈ മിഡ്ഡി കഫേയാണ് രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിൽ. അവിടെ ശരിക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു കഫേയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട്. അവരെന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ആ ഒരു കഫേ കൊണ്ടുനടക്കുന്നത്. അതുമാത്രമല്ല നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഓരോരുത്തരും നമ്മളുടെ മുമ്പിൽ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു ചിരിയൊക്കെ തന്നെ മതി കേട്ടോ. നമ്മളുടെ അന്നത്തെ ദിവസം മൊത്തം കളറാവും. ശരിക്കും ആ കഫേ കാണുന്ന പോലെ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവരുടെ ഫുഡും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ വെജ് പാസ്ത, പിന്നെ അവിടുത്തെ ലസ്സി ആയിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ശരിക്കും അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ പോകാൻ ഞങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക് വിട്ടു. ആ ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ട് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോവുകയുണ്ടായത്. അങ്ങനെ ഞങ്ങളിതാ ഡൽഹിനോട് ബൈ ബൈ പറയുകയാണ്.